എന്തുട്ടത്? നമ്മുടെ പുതിയ പ്രൊഡക്റ്റാ ഫേസ് സ്പ്ലാഷ്. ഫേസ് സ്പ്ലാഷാ? ഇത് തേച്ചാണ്ടല്ലോ നിങ്ങൾ ഐശ്വര്യറായി ആവും. ഐശ്വര്യറായി സത്യം. മുഖത്തുള്ള കംപ്ലീറ്റ് ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ പോയിട്ട് നിങ്ങൾ സുന്ദരിയായിട്ട് വരും. ആഹാ, അപ്പൊ ഞാനിപ്പോ സുന്ദരി അല്ലാന്നാണ് മാഷി പറയണേ? ആര് പറഞ്ഞു സുന്ദരി അല്ലാന്ന്? ഇത് തേച്ചാല് നിങ്ങളൊരു പടി കൂടി സൗന്ദര്യം കൂടും. അതാ പറയണത്. വേണ്ട മാഷി, വേണമെങ്കിലേ ഞാൻ ഷോപ്പിൽ വന്ന് വാങ്ങിച്ചോളാം. ക്ലാസ് ഉണ്ട്, ഞാൻ അവിടെ പ്ലസ് ടുവിലും 10ാം ക്ലാസ്സിലും പിള്ളേർ തമ്മിൽ പൊരിഞ്ഞടി. എവിടുന്ന്? ഗ്രൗണ്ടില്. എന്ത് കാര്യത്തിന്? കാര്യം എന്താണെന്ന് അറിയില്ല. മാഷ് വാ. ഇങ്ങളെ തല്ലിപ്പിടി തീർക്കലല്ല നമ്മളെ പണി. എടാ ഇങ്ങളൊക്കെ സ്കൂളിൽ വരുന്ന എന്തിനാന്നറിയോ? നിങ്ങൾക്ക് പഠിക്കാനാ. നമ്മള് മാസമാര് പഠിപ്പിക്കാനും. നീ ചെന്നടാ, നീ ക്ലാസ്സിൽ പോയിരുന്നേ. ഞാൻ തല്ലിമ്പിടിയിലേക്ക് ഒന്ന് പോണ്ടോ? അന്റെ ക്ലാസ്സിൽ പോയി കുത്തിരുന്നോ? ചെല്ലേ ഓടിക്കോ. അല്ല പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം മാസന്മാരാകുമ്പോ. പഠിപ്പിക്കണോ, കുട്ടികളെ തല്ലും പിടി തീർക്കണോ, ഇത് വിൽക്കണോ? അല്ല നിങ്ങൾക്ക് എന്നിട്ടൊന്നും വേണ്ട. വേണ്ട മാഷെ. ശരി ശരി. എല്ലാവർക്കും വേണ്ടാണ്ട് അയക്കണം നമ്മളെ സാധനം. എന്താ ഇവിടെ വന്നിരിക്കണേ? ഒന്നുമില്ല മാഷെ. ഇവിടൊക്കെ ആകെ ചപ്പും ചവറുമല്ലേ, വല്ല പാമ്പന്തലും കാണും. ഞാൻ ചുമ്മാ വന്നിരുന്നേ മാഷെ. ചുമ്മാ എന്തിനാ ഇവിടെ വന്നിരിക്കണത്? എന്റെ കൂട്ടുകാരൊക്കെ അവിടെ? അവരൊക്കെ ക്ലാസ്സിലുണ്ട്. ക്ലാസ്സിലുണ്ട്. എന്താ പ്രശ്നം? ഒന്നുമില്ല മാഷെ. നീ കൂട്ടുകാരായിട്ട് വഴക്കുണ്ടാക്കി? ഇല്ല. പിന്നെ എന്താടാ നിനക്ക്? എന്താ പറ, എന്താണ് പറയടാ. അമ്മയ്ക്ക് സുഖമില്ല മാഷെ. എന്താ അമ്മയ്ക്ക്? കൊറേ നാളെ അസുഖം. അപ്പൊ ഡോക്ടറെ കാണിച്ചില്ലേ? ഇല്ല. അതെന്താ ഡോക്ടറെ കാണിക്കാത്തത്? പൈസ ഇല്ല മാഷെ. നീ ഒരു കാര്യം ചെയ്യ്, ക്ലാസ് കഴിഞ്ഞിട്ട് സ്റ്റാഫ് റൂമിലേക്ക് വാ കേട്ടാ. അപ്പൊ മാഷ് കുറച്ച് പൈസ തരാം. എന്നിട്ട് അത് അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് നാളെ തന്നെ ഡോക്ടറെ പോയിട്ട് കാണാൻ വേണ്ടി പറയും. അത് വേണ്ട മാഷെ. അതെന്താടാ ഇത് കുഴപ്പം? അതൊന്നും കുഴപ്പമില്ല കേട്ടാ. പിന്നെ നീ ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിച്ചില്ലേ? എന്നാ ഗോപാലേട്ടന്റെ കടയിൽ പോയിട്ട് ഊണ് കഴിച്ചോ. മാഷ് കൊണ്ട് വരണ്ടെന്ന് പറ, പൈസ കൊടുത്തോളാം കേട്ടാ. വേണ്ട മാഷെ. പോയിട്ട് ഭക്ഷണം കഴിക്കടാ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ രണ്ടാളും മാത്രം അറിഞ്ഞാൽ മതി, വേറെ ആരോടും പറയണ്ട കേട്ടാ. എന്താടാ മാഷെ? നീ വെക്കോ. 10ാം ക്ലാസ്സിലെ പ്ലസ് ടുവിലെ പിള്ളേരെ പൊരിഞ്ഞടിയാ. എന്താ കാര്യം? കാര്യം എന്താണെന്ന് അറിയില്ല. മാഷ് അങ്ങോട്ട് വാ. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ. എവിടെ? ആ ഗ്രൗണ്ടിലുണ്ട്. മറക്കേ. നമ്മളൊരു അടിയന്തരമായി ഒരു PTA മീറ്റിംഗ് ഇവിടെ വിളിച്ചിട്ടുള്ളതിന്റെ കാര്യവും ഗൗരവവും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
ഇത്രയും കാലം ചരിത്രമുള്ള നമ്മുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു വിവാദം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വളരെ മികച്ച അധ്യാപകരും മാതൃകയാക്കാവുന്ന കുട്ടികളുമൊക്കെ പഠിച്ചിറങ്ങിയ വിദ്യാലയത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിവാദം, നിസ്സാര കാര്യത്തിന്റെ പേരിലുള്ള ഒരു വിവാദം. അത് ചർച്ച ചെയ്യുന്നതിനും പരിഹാര നടപടികൾ നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. സ്കൂളിലെ കുട്ടികൾ തമ്മിലുണ്ടായ ചെറിയ ഒരു കശപിശ, അവർ തമ്മിലുണ്ടായ ഒരു വഴക്കിൽ ഒരു ശാസന എന്നോണം നമ്മുടെ സത്യൻ സാറ് ഇടപെട്ടതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗൗരവപരമായ ഒരു ചർച്ച ഉണ്ടാകാനും വിവാദം ഉണ്ടാകാനും കാരണം. അതെ, പ്യാരിത മാഷ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഇതെന്താണ്? ഞാന് സ്നേഹമുള്ളവരെ, ഈ സ്കൂളിന്റെ ഉയർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു PTA പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം തുറന്നു പറയാം. കുട്ടികൾ ആരാണ്, എന്താണ്? നമ്മുടെ വിദ്യാലയത്തിലെ പൂമ്പാറ്റകളാണ് കുട്ടികൾ. അവര് ഇങ്ങനെ ഈ വിദ്യാലയ അങ്കണത്തില് പാറി പറഞ്ഞ് തേൻ കുടിക്കാൻ നടക്കുന്നതിന്റെ ഇടയിൽ എന്തൊക്കെയോ ചെറിയൊരു സ്നേഹ സംഭാഷണങ്ങളുടെ ഇടയിൽ ഉണ്ടായ ഒരു കൊച്ചു കൊച്ചു തമാശകൾ. അല്ല സാറേ, അത് ചർച്ച ചെയ്യാനല്ല. ഇതിനിടയ്ക്കൊരു കാര്യം ചോദിക്കാണ്ട്, ഇപ്പൊ കുട്ടികൾക്ക് തേൻ കൊടുക്കുന്നുണ്ടോ? എന്താണ്? അല്ല, വേറെ ഇത് പറയാണ്ട്, എന്റെ കുട്ടിക്ക് ഒരു ദിവസം ഒരു ഇത്തിരി നേരം വൈകി പറഞ്ഞിട്ട് കുച്ചകഞ്ഞി കൊടുത്തില്ല. അതല്ല ചർച്ച ചെയ്യുന്നത്. അത് നമുക്ക് പിന്നെ പറയല്ല, അതും കാര്യം അറിയാതെ സംസാരിക്കാണ്. എന്ത് അല്ല, കുട്ടികളെ തല്ലി എന്ന് പറയുന്നത് കാര്യം അറിയേണ്ട നിങ്ങൾ സംസാരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഗുണ്ടായിസം കാണിക്കാനല്ല ഇവിടുന്ന് ശമ്പളം തരുന്നത്. ഞാൻ എന്ത് ചെയ്തെന്നാണ് ഈ പറയുന്നത്? മാഷൊന്നും ഞാൻ നോക്കൂല. എന്റെ കുട്ടിയുടെ കാല് കണ്ടാ മതിയായിരുന്നല്ലോ. ആ ചെറുക്കനെ ഞാൻ വളർത്തിയത് നിങ്ങൾക്ക് തല്ലി കൊല്ലാനൊന്നുമല്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇത് ഈ മൊബൈലിലുണ്ട്. എവിടെ വേണമെങ്കിലും ഞാൻ ഏത് കോടതിയിൽ വേണമെങ്കിലും കൊണ്ടേ കാണിക്കുന്നത്. ഒന്ന് സംസാരിക്കാനിരിക്കാൻ പറഞ്ഞാൽ ഈ ഫോട്ടോ ഞാൻ വേണം കോടതിയിൽ കൊണ്ടുപോയി. എനിക്കാരും പേടിക്കേണ്ട ആവശ്യമില്ല സാറേ. ഈ വിദ്യാലയത്തിലെ ചില അധ്യാപകരുടെ ഭാഗത്തു നിന്നും ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെ സംഭവിച്ചു, അതിനെ അങ്ങനെ സംഭവിക്കരുത്. അത് പരിഹരിക്കാനാണല്ലോ നമ്മൾ ഈ PTA കൂടിയിട്ടുള്ളത്. സത്യശീലൻ മാഷെ അതേ സ്വഭാവം തന്നെ നിങ്ങൾ കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ്? അങ്ങനെ ആവേശത്തിൽ എടുത്തു ചാടരുത്, ചിന്തിക്കണം. ആവേശമല്ല സാറേ, എനിക്ക് ദണ്ണുണ്ടാവും. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ കുട്ടിയാണ്. നിങ്ങൾ മാതാപിതാക്കൾക്ക് കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വിഷമം ഉണ്ടാവും അറിയാം. സുഗതമാഷേ, ഈ സ്ത്രീ മണ്ടോദരി അവരൊരു മാന്യമായതുകൊണ്ട് അവർ ഇത്രയും സംസ്കാരത്തോടു കൂടി സംസാരിച്ചു. പക്ഷെ എന്റെ കുഞ്ഞിനെങ്ങാനുമാണ് ഈ ഒരു സംഭവം ഉണ്ടായെങ്കിൽ ഈ മാഷിനെ ഞാൻ കാലാവാരി ഭിത്തിയിൽ അടിച്ചേനെ. എന്ത് വർത്താനമാണ് പ്രസിഡന്റ് ഈ പറയണ? അത് ഈ സ്കൂളിൽ ഒരു അധ്യാപകനാണത്. അധ്യാപകൻ. പ്രിയമുള്ളവരെ നമസ്കാരം.